ഹലോ ചങ്ക് മച്ചാമാരെ, ഇന്ന് നമ്മളിന്ന് മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. പാർട്ട് 3 ആണ്. അപ്പോൾ നമ്മളിന്ന് 2 സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 2 സ്ഥലങ്ങളിൽ തോടുകൾ ഇറങ്ങിയിട്ട് മീൻ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ തോടുകളിലല്ല, നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഒരു പാറപ്പൊറിയിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ അവിടെ മീനുണ്ടെന്ന് നമ്മൾ അറിഞ്ഞ് കേട്ടിട്ട് നമ്മൾ വന്നതാണ്. അപ്പോൾ എന്തായാലും സംഭവിക്കും, നമുക്കിന്ന് മീൻ കിട്ടും. ഏതൊക്കെ മീൻ കിട്ടുമെന്ന് നമുക്ക് നോക്കിയിരിക്കാം. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മീൻ പിടുത്തത്തിൻ്റെ തന്നെ. അപ്പോൾ ഇന്ന് മീൻ പിടിക്കാനിരിക്കുന്ന തോട്ടിലൊന്നുമല്ല, ഇന്ന് നമ്മൾ പിടിക്കാനിരിക്കുന്ന പാറപ്പൊറിയിലാണ്. അപ്പോൾ പാറപ്പൊറിയിൽ കുറച്ച് മീനൊക്കെ ഉണ്ടാകുമെന്നൊക്കെ കുറച്ച് പേര് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ അത് കേട്ടിട്ട് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്ന് എന്തായാലും നല്ല മഴയെ കൊണ്ട് മഴയുടെ കാലാവസ്ഥയാണ്. അപ്പോൾ മഴ കൊണ്ട് ഇവിടെ ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ കുറേ കയറിയിട്ട് അപ്പോൾ ഇന്ന് മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇത് പാറപ്പൊറിയിലെത്തി. അപ്പോൾ ഇന്ന് എന്തായാലും ഏതൊക്കെ മീനൊക്കെ നമുക്ക് കിട്ടുമെന്ന് നോക്കാം. എന്തായാലും നമ്മൾ മീൻ പിടിക്കാതിരിക്കുന്ന കുറച്ച് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ പാറപ്പൊറി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് കണ്ട സംഭവം കണ്ടാ, ഇവിടെയാണ് നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് തന്നെ. അപ്പോൾ ഇന്ന് മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി നമ്മൾ ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഈ സൈറ്റാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വന്നത്. കണ്ട പാറപ്പൊറി ഉണ്ടോ, ഇവിടെയാണ് നമ്മൾ മീൻ പിടിക്കാൻ ഇരിക്കുന്നത്. അപ്പോൾ 2 പ്രാവശ്യം നമ്മൾ ആ തോട്ടിലാണ് നമ്മൾ മീൻ കിട്ടുന്നത്. അപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ മീൻ പിടിക്കാനുള്ള ഒരു ഉദ്ദേശമാണ് നമുക്ക് നടത്തുന്നത്. അപ്പോൾ ഇന്നും മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ പാറപ്പൊറി കാണാനും നല്ല ഭംഗിയുണ്ട്. എന്തായാലും നമുക്ക് ഈ സൈറ്റിൽ നല്ല മഴയുണ്ട്, പക്ഷേ എന്നാൽ കുഴപ്പമില്ല. എങ്കിലും അവർ പറയുന്നത് അവർക്ക് ഇന്ന് മീൻ പിടിക്കാനുള്ള സെറ്റപ്പിലാണ് അവർ നോക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പാറപ്പൊറിയിൽ വന്നിട്ട് നമുക്കിന്ന് മീൻ കിട്ടുമോ ഇല്ലേ എന്ന് നിങ്ങൾക്ക് കണ്ടിരിക്കാം. ഹായ് മറ്റേ ഇത് സംഭവം ഇത് കണ്ടോ, നിങ്ങൾ എല്ലാവരും കണ്ടോ, ഇത് ചൂണ്ട കെട്ടുന്ന ഒരു സെറ്റപ്പാണ്. അവർ ചൂണ്ട കാണിച്ച് ചേട്ടാ ചൂണ്ട ഒന്ന് കാണിക്കാമോ? അവർ ആ ചൂണ്ട കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിലെ ബിലാലാണ്. അപ്പം പുള്ളിക്കാരൻ ആ ചൂണ്ട കെട്ടാനുള്ള ഒരു സെറ്റപ്പിൽ നിൽക്കുന്നത്. പക്ഷേ ഇവർ ചൂണ്ട ഇതിന് വേണ്ടി ഇടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മീനിന് ഉപയോഗിക്കുന്ന തന്നെ ഈ ചൂണ്ടിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം വെച്ചാൽ നമ്മൾ ഈ കോഴിക്കുടലുണ്ടോ, ഇത് ഫുള്ള് കോഴിക്കുടലാണ്. അപ്പോൾ കോഴിക്കുടൽ വെച്ചിട്ട് വരെ നമ്മളിത് കണ്ട നമ്മൾ സംഭവം എന്ന് വെച്ചാൽ ഈ കോഴിക്കുടൽ കോർക്കുന്നതാണ് മീൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് കോഴിക്കുടൽ കോർക്കുന്നത് തന്നെ. അപ്പോൾ ഇത് കോർത്തിട്ട് തന്നെ നമ്മൾ ഈ കോർത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കോഴിക്കുടലെടുത്തിട്ട് നമ്മൾ മീൻ പിടിക്കാനുള്ള സെറ്റപ്പാണ് നമ്മൾ നോക്കുന്നത്. അങ്ങ് പച്ചമര ഇന്ന് ഭയങ്കര മഴയാണ്. ഈ മഴയത്തിൽ നിന്ന് തന്നെ നമ്മൾ ഇന്ന് മീൻ പിടിക്കാനുള്ള സെറ്റപ്പിലാണ്. അപ്പോൾ എന്തായാലും ഇന്ന് മീൻ പിടിക്കാനുള്ളൊരു എന്തൊക്കെ തരം മീനൊക്കെ നമുക്ക് കിട്ടുമെന്ന് നമുക്കിന്ന് നോക്കിയിരിക്കാം. അപ്പോൾ ആ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിന്ന് ഈ ചൂണ്ടയൊക്കെ കോർക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മീൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പന്നി എറിയെന്ന് പറയും. ഞാൻ കൈ കൊണ്ടെടുത്തു, ഒരു അറപ്പ് എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്കിലും കുഴപ്പമില്ല. എങ്കിലും ഈ പന്നി ഇര വെച്ചിട്ടാണ് ഇവർ അതിൽ കോർത്തിട്ടാണ്, ആ ചൂണ്ടയെ കോർത്തിട്ടാണ് അവരത് ഇടുന്നത്. ഇത് ശരിക്കും മണ്ണിരയാണ്. ഇതിൽ വലിയൊരു ഇര ഉണ്ടല്ലോ, അതിന് പന്നി ഇര എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. അപ്പോൾ മച്ചമാരെ നമ്മൾ മണ്ണിര നമ്മൾ ചൂണ്ടയിൽ പൊരിക്കാനുള്ള സ്ഥലത്തിലാണ്. അപ്പോൾ മണ്ണിര പൊരിക്കുന്നത് ഇങ്ങനെയാണ്, ചൂണ്ടയിൽ പൊരിച്ചിട്ട് ശരിക്കും വെള്ളത്തിലേക്കാണ് എറിയുന്നത്. നമുക്കത് കാണിക്കാം. ഇവിടെ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്താണ്. അപ്പോൾ 2 പേരും ഇവിടെയൊക്കെയാണ്. അപ്പോൾ അവർ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മീൻ പിടിക്കാനുള്ള സെറ്റപ്പിനുള്ള ചൂണ്ടയൊക്കെ ഇട്ട് അവർ കുറക്കാനുള്ള ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അവരെന്താണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്കത് കണ്ടിരിക്കാം. ഈ വീഡിയോയിൽ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് കാണിക്കുന്നതായിരിക്കും. മറ്റേ അത് കോർക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പിലാണ്. അപ്പോൾ ആ ചൂണ്ടയൊക്കെ ഒന്ന് വലിച്ച് കെട്ടാനുള്ളൊരു പാടാണ്. അപ്പോൾ അവർ കൺകൂസ് നൂല് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ആ നൂലിൻ്റെ നല്ല വെയിറ്റ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. മീൻ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ കൺകൂസ് നൂല് ഉപയോഗിക്കുന്നത് തന്നെ. അപ്പോൾ എന്തായാലും ആ ചൂണ്ട കോർത്തിരിക്കുന്ന ആൾ നമുക്ക് അത് നമ്മുടെ നാട്ടുകാരനാണ്. അപ്പോൾ ബിലാൽ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളിയാണ് ഇതിലും പിന്നെ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ മീൻ പിടിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഏത് മീൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. വേറെ സംഭവം കേട്ടോ, ഇത് മൈദമാവ്. ഈ മൈദമാവും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇവരെന്ത് സംഭവം അത് കുഴച്ചിട്ട് ഇതൊന്ന് ഉരുളകളാക്കിയിട്ടാണ് ഈ ചൂണ്ടയിൽ കോർത്തിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ ഇവർ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നതാണ്. അപ്പം ഈ മൈദ കൊണ്ടും നമുക്ക് ഈ മഞ്ഞപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അതൊരു ഉരുളയാക്കി എടുത്തിട്ട് അത് നമ്മൾ ചൂണ്ടയിൽ കോർത്തിട്ടാണ് ഇതിന് നമ്മൾ എറിച്ചൂണ്ടായിട്ട് നമ്മൾ എറിഞ്ഞു കൊടുക്കും. അപ്പം അടച്ചുണ്ടൊക്കെയാലും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്നാൽ നമുക്ക് മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ കിട്ടുകയും തന്നെ ചെയ്യും. അപ്പോൾ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി കൂടെയാണ് പറയുന്നത് ഈ മൈദമാവ് കൂടെ ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി. ഒരു വേറെ സെറ്റപ്പും കൂടെ ഉണ്ട്. അപ്പം അവർ ചൂണ്ടയിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ആ ചൂണ്ടയിൽ അത് കെട്ടുകയാണ് അത് ചെയ്യുന്നത്. സംഭവം ചൂണ്ട കെട്ടിയിട്ട് വെള്ളത്തിലേക്ക് എടുത്ത് എറിയാനുള്ള ഒരു സെറ്റപ്പാണ്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചൂണ്ട എറിഞ്ഞ ശേഷം ആ വെള്ളത്തിൻ്റെ മുകളിലേക്ക് ആ കുപ്പി പൊങ്ങി നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ താഴ്ന്നു പോകത്തില്ല. അപ്പം അതിൽ മീൻ പിടിക്കാനുള്ള ഒരു സെറ്റപ്പും കൂടിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, അതിൽ മീൻ കിട്ടുമെന്ന് നമുക്ക് നോക്കിയിരിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ അത് കണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും കാണുക. അപ്പോൾ മച്ചമാരെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, ഒരു പരവ് കിട്ടിയിട്ടുണ്ട്. സംഭവം ചെറുതാണ്. സംഭവം ഇപ്പോൾ ഒരു ചൂണ്ട എടുത്ത് കിട്ടിയതാണ്. മച്ചമാരെ നിങ്ങൾ കാണാൻ വേണ്ടി കാണിക്കുകയാണ്. അപ്പോൾ ചാടി പോകുന്നുള്ള കാര്യം കണ്ടാ. ഇനിമാരെ നമുക്കിപ്പോൾ ഒരു തിലോപ്പി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു വലിപ്പമുള്ള മീനാണ്. അപ്പോൾ പുള്ളിക്കാരനാണ് പിടിച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തായാലും ചൂണ്ടൊക്കെയാണ് നമ്മളത് കോർത്ത് പിടിച്ചേക്കുന്നത് തന്നെ. കണ്ടില്ലേ, സിലോപ്പി മീനാണ്. ചെറിയൊരു വലിപ്പമുള്ള ഒരു മീനാണ്. അപ്പോൾ ഇവിടെ മീൻ ഉണ്ടാകും. എന്താ അതിൻ്റെ അനക്കമൊക്കെ കണ്ടോ. ഇനിയും നമുക്ക് മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ ഇനി ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടിരിക്കുക. ഹലോ മച്ചമാരെ, നമുക്ക് 3 പാറകൾ കിട്ടിയിട്ടുണ്ട്. ചെറിയ മീനുകളാണ്. നമ്മൾ ചുറ്റുമില്ലാണ് കിട്ടിയിരിക്കുന്നത്. മച്ചമാരെ നമുക്കൊരു കുഞ്ഞ് മീനിനെ കിട്ടിയിട്ടുണ്ട്. അത് നാടെ പാവം കുഞ്ഞു മീൻ. അതിനെ ഞാൻ വിടാൻ പോവുകയാണ് വെള്ളത്തിലേക്ക്. ഇനി അടുത്ത പ്രാവശ്യം വളരട്ടെ, അപ്പോൾ നമുക്ക് പിടിക്കാം. ഹലോ മച്ചാമാരെ, നമ്മൾ കുറേ നേരമായി നമ്മൾ മീനൊക്കെ നോക്കിയിരിക്കും. അപ്പോൾ ചെറിയ മീനൊക്കെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മൾ എടുത്ത് പറയാം. പക്ഷേ അപ്പോൾ എന്തായാലും നമുക്ക് പഴംപൊരി മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചത്. അപ്പം കുറേ നേരം ഇപ്പോൾ രാവിലെ തൊട്ട് വന്നിരിക്കുകയാണ്. മഴ കാരണം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. എങ്കിലും കുഴപ്പമില്ല. നമ്മളിന്ന് കുറച്ച് പഴംപൊരിയും നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിശപ്പൊക്കെ ഇതാകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളത് കഴിച്ചിട്ട് ബാക്കിയുള്ള മീൻ നമ്മൾ നോക്കുന്നുണ്ട്. പഴംപൊരി കേട്ടോ, അടിപൊളി പഴംപൊരിയാണ്.
മച്ചാമാരെ കുറച്ച് മീൻ മാത്രം ചത്തു പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മീൻ ജീവനുണ്ട്. ഇങ്ങനെ ഞങ്ങൾ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയ മീനെ നമുക്ക് അവിടെ നിന്ന് കിട്ടിയതാണ്, പാറക്കുറിയിൽ നിന്ന് കിട്ടിയതാണ്. എന്തായാലും മച്ചാമാരെ അതിന് ജീവനുണ്ട്. മച്ചാമാരെ മഴ കാരണം നമുക്കിന്ന് മീനൊന്നും കുറവാണ്. അപ്പോൾ ഇനി എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.